നമസ്കാരം. കാമുകന് കഷായത്തിൽ വിഷം നൽകി കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗ്രീഷ്മ തിരുവനന്തപുരം വനിതാ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. വനിതാ ജയിലിൽ ഇപ്പോൾ ഗ്രീഷ്മ എന്തു ചെയ്യുന്നു അടക്കമുള്ള ചോദ്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ തന്നെ നിർവികാരയായിട്ടാണ് കഴിയുന്നത്. കരയുകയോ ആരെങ്കിലും നോക്കുകയോ പോലും ചെയ്യുന്നില്ല. താഴേക്ക് നോക്കി ഒറ്റ നിൽപ്പാണ്. എന്നാൽ അത് കോൺഫിഡൻസ് ആണ് എന്നും തനിക്ക് ജയിലിൽ നിന്ന് മോചിതയാകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഗ്രീഷ്മയെ അങ്ങനെ ധൈര്യം നൽകിയിരിക്കുന്നതെന്ന് ഒരു ചിലർ പറയുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായയായി നിൽക്കുന്ന ഗ്രീഷ്മയുടെ അവസ്ഥയാണതെന്ന് മറ്റു ചിലർ പറയുന്നു. തിങ്കളാഴ്ചയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിന് പിന്നാലെ കോടതിയിൽ നിന്ന് അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ മേൽക്കോടതികൾ അപ്പീൽ പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് കേസിൽ ജാമ്യമോ പരോളോ ലഭിക്കുകയില്ല. 2025 ആദ്യത്തെ തടവുകാരിയായിട്ടാണ് പ്രതിയെ ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഗ്രീഷ്മയെ 4 പേരുടെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. വിവിധ കോടതികളുടെ അപ്പീൽ തള്ളുകയും രാഷ്ട്രപതി ദയാഹർജി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതികളെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലേക്ക് മാറ്റുക. വിചാരണയിൽ കുറ്റം തെളിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ജയിലിൽ ജോലികളും അവിടുത്തെ അന്തേവാസിയായ ഗ്രീഷ്മ ചെയ്യേണ്ടി വരും എന്നതാണ് പ്രധാന കാര്യം. ഭക്ഷണശാലയിലോ കരകൗശല യൂണിറ്റിലോ തയ്യൽ ജോലിയിലോ ഗ്രീഷ്മയ്ക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പ്രതിയുടെ താല്പര്യം കൂടി ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് എവിടെ ജോലി നൽകണമെന്ന് തീരുമാനിക്കുക. പതിവ് ഹോബിയായ ചിത്രരചനയാണ് കൂടുതൽ സമയത്തും ജയിലിനുള്ളിൽ പ്രതി ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. ഭൂരിഭാഗം സമയവും സെല്ലിനുള്ളിൽ തന്നെയാണ് പ്രതി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ജയിലിലെ ഫാർമസിയിൽ ഗ്രീഷ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മേലുവേദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ തന്റെ കാമുകനായിരുന്ന പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കഷായത്തിൽ കളനാശിനി വിഷം കലർത്തി നൽകിയത്. ഇതിനുശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഷാരോണിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പൊള്ളിപ്പോയ ഷാരോൺ 11 ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്കൊടുവിൽ 2022 ഒക്ടോബർ 25 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നത്. ഷാരോൺ രാജിനെ പ്രണയക്കെണിയിൽ കളനാശിനി കലർത്തിയ കഷായം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇതുവരെ പശ്ചാത്തപിച്ചതായി വാർത്തകൾ എവിടെയും വന്നിട്ടില്ല. തന്റെ ചെയ്തിയിൽ തന്നെ യാതൊരു കൂലുക്കവുമില്ലാതെയാണ് നിലപാടിൽ ഇപ്പോൾ നിൽക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുമ്പോഴും തന്നെ ഇപ്പോൾ മനസാന്നിധ്യം കൈവിടുന്നില്ല എന്നാണ് ഗ്രീഷ്മയെ കുറിച്ച് പറയുന്നത്. അഴി എണ്ണുമ്പോഴും നല്ലൊരു ജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന ആ വിശ്വാസത്തിലാണ് അവർ കഴിയുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം അട്ടക്കുളങ്ങര ജയിലിൽ 3 ദിവസത്തെ വാസം കഴിഞ്ഞ് അവരുടേത് എന്ന് പറയുന്നു. ചതിയാണെന്ന് കാമുകൻ അറിയാതെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി സ്നേഹം ഗ്രീഷ്മ നടിച്ചു കുടിപ്പിച്ചത്. കേസിൽപ്പെട്ട് വിചാരണ നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ ഇല്ലായിരുന്നു. ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുക എന്ന ശിക്ഷാവിധി കേട്ടപ്പോൾ പോലും ഗ്രീഷ്മ കുലുങ്ങിയിട്ടില്ല. അതേ നില തന്നെ, അതേ മനോനിലയിൽ തന്നെയാണ് ജയിലിൽ ഗ്രീഷ്മ എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. 5 പേരുള്ള സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുമാണ്. കൂട്ടുപ്രതികളെ വെല്ലുന്ന ആളാണ് ഗ്രീഷ്മ എന്നാണ് വ്യക്തമാക്കുന്നത്. ആരെയും കൂസാത്ത പ്രകൃതക്കാരിയാണ് ഗ്രീഷ്മ. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയെ കാണാനായി അച്ഛനും അമ്മയും ജയിലിലെത്തിയിരുന്നു. മകളുടെ ദുർവിധി കണ്ട കൂടിക്കാഴ്ചയിൽ മാതാപിതാക്കൾ വിതുമ്പിക്കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എന്നാണ് ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്.